ആമിന, നമ്മളെ മരുന്നൊന്നും ഏറ്റില്ലേ? റൂമിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നൊന്നുമില്ല. ഞാനും കുറെ നേരം ഇത് തന്നെ ആലോചിക്കുന്നു. മരുന്ന് ഏറ്റി കാണില്ലേ? പിന്നെ നല്ല ഒന്നാന്തര സാധനല്ലേ കലക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെ എഫക്റ്റ് ഇല്ലാതിരിക്കും? ചിലപ്പോ അവർക്ക് ശ്വാസം വിടാൻ പോലും നേരം കിട്ടുന്നുണ്ടാവില്ല. അതെ അതെ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടുന്നുണ്ടാവില്ല. അതായിരിക്കും ശബ്ദമൊന്നും കേൾക്കാത്തത്. അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു. തള്ളക്കും മോൾക്കും കുറച്ച് അഹങ്കാരം കൂടുതലാ. അതൊന്നും അയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ഒപ്പിച്ചത്. ഒന്നും ചെയ്യാനാവൂല കരുതിയിട്ട് മിണ്ടാതെ ഇരിക്കായിരുന്നു. അവരായിട്ടാണ് നമ്മളെ ട്രിപ്പ് കൊളാക്കാൻ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചത്. ഏതായാലും മിനുട്ടി, അവൾക്ക് കൊടുത്ത പണി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് അവൾ ഇപ്പൊ അടുത്തൊന്നും മറക്കാൻ സാധ്യതയില്ല. അതെ അതെ, ഞാനും കുറെ കാലമായി അവൾക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് കരുതുന്നു. ഇതേതായാലും നല്ലൊരു ഒന്നൊന്നര പണിയായിപ്പോയി. അല്ല, നമുക്ക് അവിടേക്ക് ഒന്ന് ചെന്ന് നോക്കിയാലോ? എന്താ അവസ്ഥ എന്ന് അറിയാലോ? അതെ അതെ, നീ പറഞ്ഞത് പോയിന്റ് ആണ് അപ്പുസേ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അവര് വേറെ റൂം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മറിച്ചത് വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കില്ലായിരുന്നോ? അവരുടെ പൊങ്ങച്ചം പറച്ചിലും ഇതോടെ നിൽക്കും. എന്നാ വാ, നമുക്കൊന്ന് പോയി നോക്കാം. ഹായ് ആന്റി, എന്താ നിങ്ങൾ രണ്ടാലും ഒരു വിവരമില്ലല്ലോ? എന്താ ആന്റിന്റെ മുഖം ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നേ? ഓ, ഇവർക്ക് വരാൻ കണ്ട നേരം. ഒന്നുമില്ല, എനിക്കെന്ത് പ്രോബ്ലം? എനിക്കൊരു പ്രോബ്ലം ഇല്ല. ആന്റി, എലീന എവിടെ? എലീനെ കണ്ടില്ലല്ലോ. അവളെന്താ ചെയ്യുന്നേ? ഓ, അവള് ബാത്റൂമിലാ. ഓഹോ, ബാത്റൂമിന് ഇതുവരെ പോരാൻ നേരായിട്ടില്ലല്ലേ? അല്ല ആന്റി, എന്താ അവള് ബാത്റൂമില്? കുളിക്കാൻ കയറിയതാണോ? അതെ അതെ, കുളിക്കാൻ കയറിയതാ. അവൾക്കേ വന്നിട്ടേ നല്ല ക്ഷീണം. ഓഹോ, ക്ഷീണത്തിന് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതെ അതെ, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്നറിയില്ല, അവൾക്ക് വന്നത് മുതലേ ഒരു ക്ഷീണാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആയതിന്റെ ഒരു സംശയമാണെന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണോ? ആന്റി, ഞങ്ങള് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ അവളെയും കൂടി വിളിച്ചിട്ട് പോവാന്ന് കരുതി. അതാ ഇങ്ങോട്ടേക്ക് വന്നത്. അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടോ സ്വിമ്മിംഗ് പൂളിലേക്ക് നീന്താന്? അവൾ ഈ കണ്ടീഷനിൽ ഉണ്ടാവുന്നത് ഒന്നില്ല. ഏത് കണ്ടീഷനില്? അപ്പൊ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവളുണ്ടോന്ന് തോന്നുന്നില്ല. അവളോട് ഏതായാലും ചോദിച്ചു നോക്കാം. അല്ലേ കുട്ടി, നിങ്ങൾ കൊടുന്ന ജ്യൂസ് ഇല്ലേ, അത് നിങ്ങൾ കുടിച്ചതല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വയറിന് പ്രോബ്ലം ഉണ്ടോ? എന്ത് പ്രോബ്ലം? ഞങ്ങൾക്കൊരു പ്രോബ്ലം അല്ല. ഞങ്ങളാണെങ്കിൽ 2 ഗ്ലാസ് ഓരോരുത്തരും കുടിച്ചതാ. അതെ അതെ, ഞാനും 2 ഗ്ലാസ് കുടിച്ചു. എന്താ ടേസ്റ്റ്? പിന്നെ എന്താ ഇപ്പൊ പ്രശ്നം? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്ത് പറ്റി? ആ ജ്യൂസിൽ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്കും എന്റെ മോൾക്കും വയറിനൊരു ചെറിയൊരു അസ്വസ്ഥത. അപ്പൊ നിങ്ങളോട് കൂടി ചോദിച്ചതാ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ജ്യൂസിന്റെ പ്രശ്നമാണെന്ന് കരുതാലോ. അതല്ല, ജ്യൂസിന്റെ ഒരു പ്രോബ്ലം അല്ല. ഞങ്ങൾ കുടിച്ചതല്ലേ, അതും 2 ഗ്ലാസ്. ആണല്ലേ? അപ്പൊ ജ്യൂസിന്റെ പ്രോബ്ലം അല്ല, വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ആയിരിക്കും. അതെ അതെ, ഈ ജങ്ക് ഫുഡ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവളല്ലേ ലീന? അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷെ അവൾ ഇന്ന് ജങ്ക് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. അവൾ പൊതുവെ എല്ലാ ദിവസം കഴിക്കുന്നതാണ്, പക്ഷെ ഇന്ന് അവൾ കഴിച്ചിട്ടില്ല. എല്ലാ ദിവസം കഴിക്കുന്നതല്ലേ, അതിന്റെ എഫക്ട് എപ്പോഴെങ്കിലും വരാതിരിക്കോ? ചിലപ്പോ ഇന്നലെ കഴിച്ചതിന്റെ എഫക്ട് ആയിരിക്കാം. അത് തന്നെ ആയിരിക്കും അല്ലേ? പിന്നല്ലാതെ അതന്നെ ആയിരിക്കും. മോളെ അലീന, നിന്റെ കുളി കഴിഞ്ഞില്ലേ? നീ ഒന്നും കൂടി വന്നേ ബാത്റൂമിന്ന്. നിന്നെ കാണാൻ ഇവിടെ നിന്റെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നു. അയ്യോ എന്റെ അമ്മേ, എന്റെ നടു. ഇവര് എപ്പോഴും വന്ന്? എന്ത് പറ്റി അലീന? നിന്റെ മുഖത്തെന്താ ഒരു ക്ഷീണം? എന്ത് പറ്റി? എന്താ എന്റെ നടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ? എന്ത് പറ്റി? നിനക്ക് നടുവേദനയുണ്ടോ? ഷോ, ബാത്റൂമിൽ കയറി ഇറങ്ങിയത് ഇവരുടെ മുന്നിലേക്കാണല്ലോ. എനിക്ക് നടുവേദനയൊന്നുമില്ല. ഞാൻ ബാത്റൂമിൽ ഇരുന്നിട്ട് വെറുതെ നീച്ചപ്പോ എന്റെ നടു എന്നൊന്ന് പറഞ്ഞു പോയതാ. നിങ്ങളെപ്പോഴാ വന്നേ? എന്താ കാര്യം? അല്ല, ഞങ്ങൾ വന്നപ്പോ നിന്റെ മമ്മി പറഞ്ഞു നിനക്ക് വയ്യാന്ന്. മമ്മി, എനിക്ക് വയ്യാത്ത കാര്യം എന്തിനാ മമ്മി ഇവരോട് പറയുന്നേ? അല്ല മോളെ, നിനക്ക് വയറ് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ, കുറവുണ്ടോ? മമ്മി, ഇപ്പൊ കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. നീ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. എവിടെ വരെ നിങ്ങൾ പോകുന്നേ? ഞങ്ങള് സ്വിമ്മിംഗ് പൂളിക്ക് പോകുന്നുണ്ട്. നീ ഉണ്ടോ? എന്ത് സ്വിമ്മിംഗ് പൂളിക്കോ? അതും ഈ അവസ്ഥയിൽ? ഞാനുണ്ട്, സ്വിമ്മിംഗ് പൂളിക്ക് ഞാനുണ്ട്. മോളെ, നിനക്ക് കഴിയോ? നിനക്ക് എന്തോ വയറുവേദന ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? നിനക്ക് പോകാൻ കഴിയുണ്ടെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ റെസ്റ്റ് എടുത്തോ. വേണ്ട മമ്മി, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം. അല്ലെങ്കിൽ തന്നെ ടൂർ വന്നിരിക്കുന്നത് എൻജോയ് ചെയ്യാനല്ലേ, ഇവിടെ റൂമിൽ ഇരിക്കാനല്ലല്ലോ. അതെ അതെ, എലീന പറഞ്ഞതാ സത്യം. എങ്കിൽ വാ, നമുക്ക് പോകാം. നിങ്ങൾ നടന്നോ, ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ. എന്റെ പൊന്നാര മമ്മി, അവര് വന്ന കാര്യം എന്നോടൊന്ന് തുറന്ന് പറഞ്ഞൂടായിരുന്നോ? മോളെ, ഞാൻ പറയാൻ നിന്നതാ, അപ്പോഴേക്കും നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോന്നില്ലേ? എനിക്ക് വയറുവേദനയുള്ള കാര്യമൊക്കെ എന്തിനാ മമ്മി അവരോട് പറയാൻ നിന്നേ? അതല്ല, ഞാൻ ആ ജ്യൂസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. പക്ഷെ മോളെ, അവൾക്കൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. നമുക്ക് മാത്രം എങ്ങനെ ഇതെന്ത് പറ്റിയെന്നാ എനിക്കറിയാത്തത്. അത് പ്രത്യേകിച്ച് പറ്റാനൊന്നുമില്ല മമ്മി, അത് അവരുടെ പാര തന്നെയാണ്, അതെനിക്ക് നല്ല ഉറപ്പാ. പിന്നെ എന്തിനാ മോൾ അവരോടൊപ്പം സ്വിമ്മിംഗ് പൂളിക്ക് പോകാന്ന് പറഞ്ഞേ? ഇല്ലാന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ? എന്റെ പൊന്നാര മമ്മി, എന്റെ സ്വഭാവം മമ്മിക്ക് അറിയില്ലേ? ഒരു പണി എനിക്കിട്ട് പണിതാൽ എനിക്കത് തിരിച്ച് 2 ഇരട്ടിയായി അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഓരോ കാര്യം മനസ്സിൽ കരുതിയിട്ട് തന്നെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടെന്ന് പറഞ്ഞത്. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ മോള് പോയിട്ട് വാ.
ആ മമ്മി ഞാൻ പോയിട്ട് വരാം. തക്കം കിട്ടിയാ എന്തെങ്കിലും ഒപ്പിച്ചിട്ടേ ഞാൻ വരുള്ളൂ. മോളെ സൂക്ഷിക്കണേ, മോൾക്ക് തന്നെ പാല് കിട്ടാതെ നോക്കണേ. അതെന്താ മമ്മി അങ്ങനെ പറഞ്ഞത്? അല്ല, മോൾ അവൾക്കിട്ട് പാര പണിതിട്ട് അവസാനം മോൾക്കിട്ടൊന്നും കിട്ടാതിരുന്നാ മതി. അതൊന്നും ഉണ്ടാവില്ല മമ്മി, മമ്മി കണ്ടോ, ഞാൻ വിജയിച്ചിട്ടേ വരുള്ളൂ. ആ എനിക്ക് മോൾ പോയിട്ട് വാ. ആ എലീന നീ വന്നോ? ഞങ്ങൾ കരുതി നീ വരില്ലെന്ന്. പിന്നെ ഞാൻ വരാതെ എങ്ങനെ ശരിയാവും? എനിക്കാണെങ്കിൽ പണ്ടേ നീന്തൽ ഇഷ്ടാ. എന്നിട്ട് നിനക്ക് നീന്താൻ അറിയോ? ഏയ് നീന്താനൊന്നും അറിയില്ല, പക്ഷേ നീന്തുന്നവർ കാണാൻ എനിക്ക് നല്ല ഇഷ്ടാ. അയ്യേ കുഞ്ഞാമിന, നിനക്ക് നീന്താൻ അറിയില്ലേ? പിന്നെ എനിക്ക് നല്ലോണം നീന്താൻ അറിയാം. എനിക്ക് നീന്താൻ അറിയുന്നവർ വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ പാട് വിടും. അതെന്താ നീക്ക് അങ്ങനെ ഒരു ടോക്ക്? അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് മുങ്ങില്ലേ, അതാ ഞാൻ പറഞ്ഞേ. എന്റെ അടുത്ത് സ്വിമ്മിംഗ് ട്യൂബ് ഉണ്ട്, ഞാൻ അതുകൊണ്ട് ഇറങ്ങിക്കോളാം. അയ്യോ ചേച്ചി, എനിക്കും നീന്താൻ അറിയില്ല. ഓഹോ, ഇവൾക്ക് നീന്താൻ അറിയില്ല അല്ലേ? ആ നിനക്ക് ഞാൻ കാണിച്ചു തരാടി. അത് സാരല്ല മിനുട്ടി, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ആ ചേച്ചി എന്നെ പിടിച്ചാൽ മതി. ഞാനും ഇല്ലേ, നീ എന്തിനാ പഠിക്കണേ? നിനക്ക് ഞാൻ നല്ലോണം പഠിപ്പിച്ചു തരാം. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്.